എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 92 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയും ഹോൻചെന്നും ഫൈറ്റിനായിട്ട് നടക്കുന്നു. അവരുടെ സംസാരം, നീ ആരാണ്? ഞാൻ ഒരു സാധാരണ ആളാണ്. നീ ആരോകട്ടെ, നിനക്ക് 10 സെക്കൻഡ് വരെ ഓടിപ്പോയ്ക്കുക. 10 വേണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങിക്കാം എന്ന് പറഞ്ഞ് അവർ ഫൈറ്റിനൊരുങ്ങി. ഹോൺസിന് ആദ്യം തന്നെ ഒരു പവർ ലൈറ്റനിങ്, അത് ഷിയോയിനെ ലോക്കാക്കുമ്പോൾ ഈ ചീപ്പ് ട്രിക്ക് മേലെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതില്ലാത്തേക്ക്. അതുകൊണ്ട് ചിരിച്ചിട്ട് തുടങ്ങാൻ പോകുന്നേ എന്ന് പറഞ്ഞ് കൈ അതിൽ ഗ്ലൗസ് ആകണം, അതിൽ ലൈറ്റിനിങ് പവറൊക്കെ ചേർത്ത് നേരെ അടിക്കാനായിട്ട് വന്നു. എന്നാൽ അത് ഷിയോയിൻ സിമ്പിളായിട്ട് മാറി. അവൻ അടിക്കാനായിട്ട് നോക്കുന്നു, ആദ്യമെല്ലാം മാറി പിന്നെ ഇപ്പോൾ തിരിച്ച് പ്രതിരോധിക്കാനായിട്ട് തുടങ്ങി. അവിടെ ഉള്ള എല്ലാവരും എന്താകും എന്നൊക്കെ നോക്കിയിരിക്കണം. ഷിയോയിൻ 3000 ലൈറ്റിനിങ് പഠിച്ചത് കൊണ്ട് ഇനി ആ വരുന്ന ലൈറ്റ് സ്പീഡും അവന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവൻ ഒരു സ്ട്രോങ് പവറിൽ വരുന്നു. ഷിയോയിൻ എൻ്റെ കണ്ടോ എന്ന് പറഞ്ഞ് ഒറ്റയടി സ്മാഷ് എടുത്ത് ഒറ്റയടി. അതൊരു പവർഫുൾ അടിയായിരുന്നു. രണ്ടുപേരും ബാക്കിലേക്ക് പോയി. ഷിയോന് ഒരു ഡൗഫാങ്ങാണ്, 7 സ്റ്റാർ ഉണ്ടെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് 7 സ്റ്റാറാണോ? അവിടെ ഉള്ളവരാകട്ടെ ഹോൺചെന്നിനേക്കാൾ ലെവലുണ്ട്, സ്ട്രോങ് ആണ് എന്നൊക്കെ സ്വന്തം ആൾക്കാർ തന്നെ പറയുന്നു. തോൽക്കും എന്നൊക്കെ മനസ്സിലായുള്ള അത് കേട്ട് ഇവൻ സാധാരണ ഒരാളല്ല, ഇവൻ്റെ ഒറിജിൻ ഏതാണ്? ഈ സെൻട്രൽ പ്ലെയിനിൽ ഷിയോൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചെന്യൂന് അതിൽ ഈ സെൻട്രൽ പ്ലെയിൻ വളരെ പലുതാണ്, അതിലെല്ലാവരും അറിയണമെന്നുണ്ടോ? ഷിയോയിനാണെങ്കിൽ നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത്. നീ വിൻഡ് തണ്ടർ പൗലയിലെ അല്ലെങ്കിൽ വിൻഡ് തണ്ടർ ലൈറ്റനിങ്ങിലെ തണ്ടറല്ല ലൈറ്റനിങ്ങിലെ സീക്രട്ട് ടെക്നിക്ക് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതാകട്ടെ ഒരു പവർഫുള്ളാണ്. ഹോമിലി പോലും ഈ ടെക്നിക്ക് നീ എടുത്തു. എനിക്ക് അവൻ ഡെഡ്. ഇപ്പോൾ അവൻ്റെ സ്ട്രെങ്ത് എന്നത് ഡൗഹ്വാങ് 9 സ്റ്റാറാണ് എന്നത് മനസ്സിലായി. അവനെടുത്തത് ഹോത്തിയൻ ഹാമർ അല്ലെങ്കിൽ വേണ്ട തണ്ടർ ഹാമർ. ഷിയോയിൻ ഫൈറ്റിനായിട്ട് റോളർ എടുത്ത് സെറ്റായി. അവനപ്പോൾ ഇനി നീ കാണായി എൻ്റെ 3000 ലൈറ്റനിങ് ഉപയോഗിച്ച് ഉള്ള അറ്റാക്ക് എന്ന് പറഞ്ഞു വരുന്നു. അവസാനം നീ അത് എടുത്തല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചാണ് ഷിയോയിന് പല സ്ഥലത്ത് നിന്ന് മാറി വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഷിയോയിന് ഇതെല്ലാം ചിജുബി മാറ്റരുത്, കാരണം അവൻ ഉപയോഗിക്കുന്നതും അതേ സ്കില്ലാണല്ലോ, ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം വരുന്നതെല്ലാം തടയുവാണ്, കാരണം മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്പീഡിനേക്കാൾ കൂടുതലല്ല ഇവൻ്റേതും. അങ്ങനെ അവ അറ്റാക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ ഒന്നുപോലെ ഷിയോയിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം തടുക്കണം. ഇവനെങ്ങനെയാണ് എൻ്റെ ഈ സ്പീഡിലും തടുക്കുന്നത്? എൻ്റെ ലിമിറ്റ് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലൊക്കെ വിചാരിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരം നോക്കി കഴിഞ്ഞില്ല. ഒരു സ്കില്ല് അത് ഉപയോഗിക്കുന്നു. ഒരുപാട് എർത്ത് മുകളിൽ നിന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അവൻ നിന്ന പ്ലാറ്റ്ഫോം ആ ചങ്ക് തന്നെ മുകളിൽ പൊങ്ങിപ്പോയി വീണു. അപ്പോൾ തന്നെ റോളറിലെ ടെക്നിക്ക് 6 ബോഡി ഫ്ലവറിംഗ് റോളറിലെ ബോഡി ഫ്ലവറിംഗ് ഫയർ എന്ന പുതിയ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. എർത്ത് അത് തടയാനായിട്ട് നോക്കുന്ന സംഭവം കാണുന്നത് പോലെ ഡിഫൻസീവ് തന്നെയാണ്. ഇതുപോലെയാണ് സ്പ്ലിറ്റിങ്ങും 6 ജോയിന്റ് ഫയർ അറ്റാക്കും. അവനെ അതിൽ കഷ്ടപ്പെടുന്നു. ഈ സമയത്ത് അവൻ പിന്നെ തണ്ടർ ഹാമർ ഡിസ്ട്രോയർ എന്നൊരു വലിയ ടെക്നിക്ക് കൂടി ഉപയോഗിക്കുമ്പോൾ ആ ഡിഫൻസ് പോലെ കഴിയാതെ വരുവാണ്. തറയിൽ കൂടി വന്ന് അവനെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. അധികം നേരം കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഷിയോയിൻ ആ സ്കില്ല് മാറ്റി. എന്നിട്ട് 6 ജോയിന്റ് ഫയർ സംഭവം ക്രോസ് ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പൈൻ ചെയ്ത ഒരു സ്കില്ല് അത് വിട്ട് അതിനെ സ്റ്റോപ്പാക്കി. ഇതാണോ നിന്റെ സ്ട്രെങ്ത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, ഇനി എൻ്റെ ടേണാണ് എന്ന് പറഞ്ഞ ഗ്ലേസിലോട്ട് ചേഞ്ച് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ചെന്യൂനാണെങ്കിൽ ഇത് ഫീൽ ചെയ്ത് 70 ഫ്ലെയിമോ എന്ന് കണ്ട് അതിശയം. ഇവൻ ആരാണ് എന്ന് വിചാരിക്കുകയാണ് ഹോങ്ലി. അവൻ്റെ ഡൗക്കി വേൾഡിലാകട്ടെ ഒരു ബാരിയർ, അതാകട്ടെ പീക്ക് ലെവൽ ഡൗക്വാങ് ബാരിയറാണ്. അത് ബ്രേക്ക് ചെയ്ത ഡൗ സോങ്ങിലേക്ക് ആകാൻ ഏത് അവൻ്റെ ഡൗക്കിയല്ല ഡൗക്വാങ്ങിൽ നിന്ന് ഡൗ സോങ്ങിലേക്ക് കയറുന്നേ. ഇപ്പോൾ ഉപയോഗിച്ച സീക്രട്ട് ടെക്നിക്ക് 3 ട്രാൻസ്ഫോർമേഷൻ സ്കില്ലും 70 ഫ്ലെയിം അതുകൂടി കമ്പൈൻ ചെയ്ത അങ്ങനെ ട്രെയിൻ ചെയ്ത ആ സീൽ അത് ബ്രേക്ക് ചെയ്യാം. അതിലൂടെ ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഡൗഹാങ് ആണെങ്കിൽ ഡൗ സോങ് ലെവലിൽ വെച്ച് എതിർക്കാൻ കഴിയും. ഇപ്പോൾ ഷിയോയിനും ഡൗഹാങ് പീക്ക് ലെവലാണ്, 9th സ്റ്റാർ. ഹോങ്ലിക്കാകട്ടെ ടെൻഷനായി. ഹാൻസി ആകട്ടെ അവൻ്റെ സ്ട്രെങ്ത് കണ്ട് ഹാൻസു കൊണ്ടുവന്നത് വെറുതെ ഇല്ല. ഹോങ്ഷനാണെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഷിയോയിൻ ആദ്യം നിന്നെ തീർക്കാമെന്ന് പറഞ്ഞ് വരുവാണ്. അങ്ങനെ അവരുടെ ഫൈറ്റ് പിന്നെ തുടങ്ങി മാറി പോയി. അത് മനസ്സിലാക്കി അടിച്ച് അവനും വിചാരിച്ചില്ല അവൻ്റെ ഫൈറ്റ് ഇത്രത്തോളം ആകുമെന്ന്. യു അപ്പോൾ അക്കാഡമി ഉള്ളപ്പോൾ തന്നെ ഡൗ സ്പിരിറ്റ് ലെവൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഡൗഹാങ് സ്ട്രെങ്ത് ആയിരുന്നു അവന്. എങ്കിൽ ഇതിൽ ഹോച്ചനിനെ തോൽക്കാനേ വഴിയുള്ളൂ. അങ്ങനെ ഫൈറ്റിൽ ഒരു അടി, അതിൽ തന്നെ അവൻ്റെ ബ്ലഡ് വന്ന് ഒന്നുകൂടിയായി നീ തീരും എന്ന് പറയുമ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഈ ലെവലിൽ എത്തിച്ചത്. ഇതെനിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞ ഒരു സ്കില്ല് അതൊരു ഫോർമേഷനായിട്ട് മാറുകയാണ്. അത് ഷിയോയിനിൽ നേരെ വരുമ്പോൾ ഒരു മാസീവായി സ്കില്ല് ഉപയോഗിക്കുന്ന പോലെ ആ വശത്തുനിന്ന് വലിയ ഒരു രീതിയിൽ എറുത്ത് അത് അവനെ നേരെ വന്ന് ഇടിച്ചു. എൻ്റെ ഒരു കണ്ട് ഷോക്ക്. എന്നാൽ ഷിയോയൻ മാറി നിന്നിട്ട് സ്പ്ലിറ്റിംഗ് ഫയർ അത് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ മാറിയത് എങ്ങനെയാണെന്ന് നോക്കിയാൽ അവൻ്റെ ആ വിങ്സ് അത് തന്നെയാണ്. ഒരു ഡൗസോങ് ലെവലുണ്ടെങ്കിൽ പോലും ഈ സ്പീഡ് അതിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ അവസാനം അവനെ അടിച്ചിട്ടു. അടുത്ത അറ്റാക്കിന് നിന്നില്ല, തോൽവി സമ്മതിച്ചു. അത്രേ ഉള്ളൂ. ഖാൻ ഫാമിലിക്കാകട്ടെ ഇതിൽ പരം വിജയില്ല. അവനും ശരി ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഹോൺചൻ നിർത്താതെ സ്നീക്ക് അറ്റാക്ക്. അതിലവൻ പെട്ടോ
എന്ന് നോക്കിയാൽ അപ്പോൾ അവൻ 3000 ലൈറ്റനിങ് ഉപയോഗിച്ചു. അത് കാണിച്ചത് മണ്ടത്തരമായതുപോലെ. എന്നിട്ട് നേരെ പിറകിൽ വന്ന് നിൽക്കുന്നു. അവന് മനസ്സിലായില്ല, നിനക്കത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ഹെവൻലി ഫ്ലെയിം വെച്ചിന് അവൻ്റെ മെറിഡിയൻസ് ഡിസ്ട്രോയ് ആക്കി കളഞ്ഞു. അവനങ്ങനെ കോമയിലേക്ക് പോയി. ചെന്നിന് കൊടുത്ത് അവൾ തന്നെ കോമലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ മെറിഡിയൻസ് എല്ലാം പോയി. അവൻ്റെ ഡൗക്ക് ഡിസ്ട്രോയ് ആയി. ഇനി അവനെ കൊണ്ട് ഒരു യൂസും ഇല്ല. അവൻ കോമയിലേക്ക് തന്നെ ഇനി തുടർന്നോളും എന്ന്. അതുകൂടി കേട്ടപ്പോൾ ഹോങ്ലിക്കാണെങ്കിൽ ദേഷ്യം അവനെ കൊല്ലണമെന്ന് പറയുകയാണ്. സംഭവം പെട്ടെന്ന് വന്നപ്പോൾ തന്നെ അത് വിൻഡ് തണ്ടർ പൗലിയിലെ എൽഡറിന് മനസ്സിലായി. അതുകൊണ്ട് ഷോക്കായിരുന്നു. ഷിയോവിനോട് നീ 3000 ലൈറ്റനിങ് പഠിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ആ ഉള്ളത് വിൻഡ് തണ്ടർ പൗലി എൽഡറാണ് എന്നറിയില്ല. ഷിയോവിനെതിരെ അതിനിപ്പോൾ എന്താ അവ സ്നീക്ക് അറ്റാക്ക് ചെയ്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയാക്കിയത്. അതായിട്ട് ഹാൻ ഫാമിലി സപ്പോർട്ട് അങ്ങനെ നടക്കുമ്പോൾ എങ്കിൽ നിന്നെ ഇവിടുന്ന് ജീവനോടെ പോകാൻ വിടില്ല എന്ന് പറഞ്ഞ ഒരു ടെറിഫിക്ക്. ഹോങ്ങിലാണെങ്കിൽ ഇവനെ ഹീൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ജീവനെ കൊല്ലാനായിട്ട് വരുന്നു. എന്നാൽ ഹാൻജി തടഞ്ഞു. നിനക്കിവിടുത്തെ റൂൾസ് അറിയില്ലേ? റൂൾസും അല്ല ഒരു മണ്ണാങ്കട്ടയില്ല, എനിക്ക് അവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ റൂൾസ് അത് റൂൾസാണത്, മാറ്റാൻ കഴിയില്ല. അങ്ങോട്ട് ചെന്നൈയിൽ വന്നിട്ട് എനിക്കറിയേണ്ടത് അവൻ 3000 ലൈറ്റനിങ് എവിടെ നിന്നാണ് പഠിച്ചതെന്നാണ്. ഇത് നമ്മുടെ വിൻഡ് തണ്ടർ പൗലിയിലാണ്. ഞാൻ അവിടുത്തെ എൽഡറാണ്. അത് ഒരുപാട് പേര് മോഷ്ടിച്ച് നീ അതിലെ കൂട്ടത്തിലുള്ളതാണ്. ശിവനതിന് എനിക്കിത് ആക്സിഡൻ്റലി ആയിട്ട് കിട്ടിയതാണ്. അത് കടിച്ചിരിച്ചിട്ട് അങ്ങനെയോ? എങ്കിൽ നിനക്ക് 2 ചോയ്സ്. ഒന്നെങ്കിൽ വിൻഡ് തണ്ടർ പൗലിയിലെ ഇൻവെസ്റ്റിഗേഷനിൽ നീ പറഞ്ഞ 2 നിന്നെ ഞാൻ കൊല്ലും. ഹാൻജിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നാൽ ചെന്യൻ ഇത് വിൻഡ് തണ്ടർ പൗലിയനുമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൽ നിങ്ങൾ ഇടപെട്ട അത് നിങ്ങളുടെ ഫാമിലിക്ക് ദോഷമാകും. അതോടെ അവരുടെ ഫാമിലിയെ ഒരു പൗലിയിലായിട്ട് പ്രശ്നമുണ്ടാകാതെ പോകാനായിട്ട് പറയുവാണ് ശിവനും. അവരൊരു പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. ശിവനോട് എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷനോ എനിക്ക് മൂഡില്ല, എനിക്ക് വരാൻ വയ്യ. ആദ്യ ഓഫർ തന്നെ നിരസിച്ചു. പിന്നെ ഡിസ്ട്രോയ് ആക്കാനാണ്. അതിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. അതായിട്ട് അവിടെ ഉള്ളവർ ചിരിക്കുന്നു. ഒരു ഡൗസോങ് 4 സ്റ്റാറിനെയാണ്, അത് വിൻഡ് തണ്ടർ പൗലിയിൽ എൽഡറിനെയാണ് നീ എതിർത്തി, നീ ഡെഡാകും എന്നൊക്കെ പറയുവാണ്. ശിവൻ എന്നാൽ കൂളായിട്ട് നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് അടുത്ത യുള്ള സെറ്റുമായിട്ട് പോകുന്ന എന്നൊരു സംശയം. അത് പറയാം. ചെന്യൂനാണെങ്കിൽ പിന്നെ ശിവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് കണ്ടു നിൽക്കാൻ മാത്രമേ എല്ലാവർക്കും കഴിയുന്നുള്ളൂ. ഇനി യുള്ള സെറ്റുമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഖാൻ ഫാമിലി ഹൈബോട്ടോങ്ങായിട്ടുള്ള ഫാമിലിയായിട്ടുള്ള ഇവിടെ മാരേജ് അത് റിജക്റ്റ്, അതിൻ്റെ ഫൈറ്റ് അതിൽ ജയിച്ചു. എൻട്രൻ ഡിസിപ്ലിൻ ആയിരുന്ന യുള്ള സെറ്റ്. ഇവിടെ ഹോങ് ഫാമിലിയിലെ ഹോങ് ജൺ ഡിസിപ്ലിൻ ആയിരുന്ന വിൻഡ് തണ്ടർ പൗലിയൻ അവരുമായിട്ട് പ്രശ്നമായി. ഒരു ഡൗസോങ് 4 സ്റ്റാർ ആയ ആളുമായിട്ടും സിയോൻ ഫൈറ്റുമായി. അവിടെ യുൻഷാൻ വരുന്നതിന് മുമ്പ് വേറൊരാളായിരുന്നു യുൻചന്, അയാളുമായിട്ടുള്ള ഫൈറ്റ് പോലെയാണ്. ഇവിടെ അതിന് പകരം ചെന്യൂൻ. അപ്പോൾ അവരുടെ ഫൈറ്റ് കുറച്ച് നേരം ശിവനെ പല രീതിയിൽ അടിക്കാൻ നോക്കുന്നു. എന്നാൽ ചമ്മിപ്പോയി. അവനൊരു ട്രാപ്പ് പോലെ ആക്കിയിട്ട് അതിൽ പിടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഉണ്ട് ശിവൻ്റെ ഇറുത്ത് ടീം പപ്പറ്റ് അതെടുക്കുന്നു. അത് 6th സ്റ്റാർ ആണല്ലോ. അടി തെറിച്ചു പോയി. എല്ലാവരും അതുകൊണ്ട് ഷോക്കായി. ഞാൻ പറഞ്ഞു എന്നെ കൊല്ലാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ല എന്ന്. ശിവനൊരു ഇറുത്ത് ടീം പപ്പറ്റിനെ റോഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഷോക്കായി പോയി. അതൊരു ഡൗസോങ് ലെവലുള്ള ടീമാണ് പപ്പറ്റിന്. ശിവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. കേൾക്കേണ്ട താമസം നേരെ ചെല്ലുവാണ്. മുൻപ് വരെ അയാൾ വലിയ ആളായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും മൊയൽ ഉള്ളാട്ടിയെല്ലാം വാങ്ങുന്നു. ഡീമൺ പപ്പറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയിട്ട് അതിനെ എതിർക്കാൻ പോകാൻ പാടുപെടുന്നു. അങ്ങനെ ഒരുപാട് നേരം അവസാനം ഓടിപ്പോയി രക്ഷപ്പെടാനായിട്ട് നോക്കണം. എന്നാൽ സിയുവിൻ്റെ കൺട്രോളിലായതുകൊണ്ട് അല്ലെങ്കിൽ കമാൻഡിലായതുകൊണ്ട് തന്നെ അത് പിന്മാറുന്നില്ല. നേരെ ചെല്ലുന്നു, അടിക്കുന്നു. ബ്രൂട്ടലാണല്ലോ എന്നൊക്കെ പറയുന്നു. അയാളുടെ വായിന്ന് ബ്ലഡ് വരെ വന്നു. സിയുവിന് അതെല്ലാം ഹാഹാ കൊല്ലാലോ എന്ന രീതിയിൽ നിൽക്കുകയാണ്. സിയുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഹോങ്ലിയനോട് സിയുവിനെ കൊല്ലാനായിട്ടും ആ പപ്പറ്റിനെ ഞാൻ നോക്കിക്കോളാം, ഇത് കഴിഞ്ഞ് ഡൗസോങ് പപ്പറ്റ് ഹോങ് ഫാമിലിക്ക് കിട്ടും, കാരണം മാസ്റ്ററിന് ഇല്ലാതായ അങ്ങനെ ആകുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കും. ഈ ലോ ലെവൽ ഡൗസോങ്ങിനെ നമ്മൾ നോക്കിക്കോളാം. ഹാൻജിനോട് എതിർക്കാനായിട്ട് വന്ന അത് നിങ്ങൾക്ക് പണിയാക്കും എന്ന് പറഞ്ഞ് വിരട്ടിയും വെച്ചു. സിയോനെ ഹെൽപ്പ് ചെയ്ത ഹാൻ ഫാമിലിക്ക് എനിമയാകും എന്നൊക്കെ പറയുമ്പോൾ അവർക്കും പിന്നെ വരാൻ കഴിഞ്ഞില്ല. സിയോൻ ഡീമൺ പപ്പറ്റിനോട് കൊന്നേക്കെന്നാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. പിന്നെ അവരുടെ അറ്റാക്ക് തുടങ്ങി. ഹാങ്ജി സിയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ 2 സൈഡിലും അങ്ങനെ അറ്റാക്ക് പോവുകയാണ്. സിയോനെ നേരെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഹാഫ് ഡൗസോങ്ങും എന്ന് പറഞ്ഞ് അവർ തെറിച്ചു വീഴുന്നു. അങ്ങനെ പിന്നെ അറ്റാക്ക് തുടങ്ങി. തടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പല രീതിയിൽ അറ്റാക്ക് പോകുന്നു. അവിടെ നിന്ന് ലൈറ്റനിങ് ഒക്കെ ഉപയോഗിച്ച് മാറിയിട്ട് എങ്കിലും നീ ഒരു ഡൗസോങ് അല്ലല്ലോ എന്ന് പറഞ്ഞ് 2 കളേഡിലുള്ള ആംഗ്രി ബുദ്ധ ലോഡ്സ് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് ചെയ്യുന്ന സമയത്ത് സിയോനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ സിയോന് പിടി കൊടുക്കുന്നില്ല. പല രീതിയിൽ പോവുകയാണ്. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും പോലും കൊള്ളുന്നില്ല. ഈ സമയത്തിലെ ചെന്യൂനെ വെറും ബ്രൂട്ടലായിട്ട് അടിക്കുകയാണ് പപ്പറ്റ്. ഇവിടെ സിയോനെ അടിയാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് നോക്കി എന്നാൽ ഒന്നും കഴിയാതെ വരുന്നു.
അങ്ങനെ അത് ഒരുപാട് നേരം പോകുന്നു. ഹാൻ ഫാമിലി ആണെങ്കിൽ ഷിയോന്റെ കഴിവിൽ ഇംപ്രസ്സാണ്. ഇതുവരെ അവനെ പിടിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഒരു ഡൗ സോങ്ങിന് പോലും പറ്റുന്നില്ല എന്ന രീതിയിലാണ് ഇന്നും ആ സമയത്ത് പറയുന്നത്. ഷിയോന് കഴിയുമോ എന്നാണ് അവർ ഹാൻ ഫാമിലിയെ നോക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഹോങ്ങിൽ അവരുടെ ആൾക്കാരെ വിളിക്കുന്നു. അവനെ നേരെ പിടിക്കാനായിട്ട് വരുന്നു. അത് കണ്ട് ദേഷ്യം. എങ്കിലും ഹാൻജി തടഞ്ഞു. അവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഷിയോയെ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഷിയോയൻ പല രീതിയിൽ പോകുന്നു. ചുറ്റിന് റൗണ്ടായിട്ട് അവർ വന്ന് എന്നാൽ അതിൽ നിന്നെല്ലാം ഉപയോഗിച്ച് അത് ലൈറ്റിനിങ് ഉപയോഗിച്ച് സ്കിപ്പായിട്ട് പോവാണ്. അവൻ ആ ടൈമിൽ ബുദ്ധ ലോട്ടസ് അത് ഉണ്ടാക്കുന്നുണ്ട്. ഷിയോന് അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് വന്ന് നിൽക്കുന്നു. ഹോങ് ഫാമിലി എല്ലാവരും അവനെ ചാടി പിടിക്കാൻ വരുമ്പോൾ ഷിയോൻ ബുദ്ധ ലോട്ടസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അത് കണ്ടപാടെ മാറിക്കൂടാ എന്ന് പറഞ്ഞ് ഹോങ്ലി. എന്നാൽ അവർക്ക് മാറാൻ കഴിഞ്ഞില്ല. ഹാൻ ഫാമിലി അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി. അവിടെ എക്സ്പ്ലോഷനിൽ അവിടെ ഉണ്ടായിരുന്ന ഹോങ് ഫാമിലിയിലെ മിക്കുള്ളവരും ഡെഡായി. അവിടെ ഒരു താമര ഇരുന്നു. അതുകൊണ്ട് ചെന്നിന് ഷോക്ക്. ഇങ്ങനെ ഒരു ട്രംപ് കാർഡ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഹാൻ ഫാമിലി വന്ന് നോക്കുമ്പോൾ ഡൗസങ് ലെവലുള്ളവർക്ക് പോലും തകർക്കാൻ കഴിയാതിരുന്ന ആ പ്ലാറ്റ്ഫോം അത് ഫുള്ള് ഡിസ്ട്രോയ് ആയി. അതുപോലെ ഹോങ് ഫാമിലിയിലെ എല്ലാവരും ഡെഡുമായി. ഇനിയുള്ളത് ഹോങ്ലി ചെന്നിനും. ഷിയോനെ അതും ദൂരെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയാണ് ഷിയോൻ എന്തൊരു പ്രശ്നത്തിലേക്കാണ് ചെന്ന് പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.